ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ടിപ്പു സുൽത്താന്റെ പിന്മുറക്കാരി എങ്ങനെയാണ് ബ്രിട്ടീഷ് ചാരവനിതയായി മാറിയത്? ടിപ്പുവിന്റെ മൃതദേഹത്തെ പോലും ഭയന്ന ബ്രിട്ടൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൊച്ചുമകൾക്ക് ധീരതയ്ക്കുള്ള പരമോന്നത ബഹുമതി നൽകിയത്? ടിപ്പുവിനെ അരുങ്കൊല ചെയ്ത ശേഷം പിടിച്ചെടുത്ത വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിന്ന് അധികം ദൂരെയല്ലാതെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിക്കൊരു സ്മാരകം ഉയർന്നത്? ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും എല്ലാം സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് ആയുധങ്ങൾ കൊണ്ട് മറുപടി നൽകിയ ടിപ്പു സുൽത്താന്റെ ഇളമുറക്കാരിയുടെ ഓർമ്മയ്ക്കായി എന്തുകൊണ്ടാണ് ഫ്രാൻസ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത്? വിചിത്രമായ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ബ്രിട്ടനിലും ഫ്രാൻസിലും എല്ലാം ധീരതയ്ക്കുള്ള ആദരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഇന്ത്യൻ മുസ്ലിം സ്ത്രീയുടെ കഥയാണിത്. അവരുടെ പേരാണ് നൂർ ഇനായത് ഖാൻ. ടിപ്പു സുൽത്താന്റെ കൊച്ചുമകനും ലോകമാദരിക്കുന്ന സൂഫി പണ്ഡിതനുമായ ഹസ്രത്ത് ഇനായത് ഖാന്റെ മകളാണ്. അഡോൾഫ് ഹിറ്റ്ലർ ലോകമാകെ ഭീതി വിതച്ച കാലത്ത് നാസികൾക്കെതിരെ വീരോചിതമായി പോരാടി മരിച്ച ധീര യുവതി, നാസി പാളയങ്ങളിലേക്ക് കടന്നു ചെന്ന് രഹസ്യങ്ങൾ കണ്ടെത്തി ബ്രിട്ടനെ അറിയിച്ച ചാരവനിത, പേ പിടിച്ച പട്ടികളെ പോലെ നാസികൾ ജൂതന്മാരെ വേട്ടയാടിയ കാലത്ത് ജൂതന്മാരുടെ പക്ഷത്ത് നിന്ന് പോരാടിയ മുസ്ലിം യുവതി. ഇന്ന് ആലോചിക്കുമ്പോൾ അമ്പരപ്പ് മാത്രം ബാക്കിയാകുന്ന സിനിമാറ്റിക് ജീവിതമാണ് നൂർ ഇനായത് ഖാൻ. The spy was a woman of Indian origin, Noor Inayat Khan. Now, Britain wants to honor her. 11 മാസം നാസി പാളയങ്ങളിൽ അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും ഒരക്ഷരം പുറത്തു പറയാത്ത ആ ധീര യുവതിയെ തേടി മരണാനന്തരമാണ് ബഹുമതികളൊക്കെ ഒഴുകിയെത്തുന്നത്. ബ്രിട്ടൻ നൽകുന്ന ധീരതയ്ക്കുള്ള പരമോന്നത ബഹുമതിയായ ജോർജ് ക്രോസ്, ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ക്രോയിസ് ഡി ഗ്വർ എന്ന പരമോന്നത ബഹുമതി 30-ാം വയസ്സിൽ ഗെസ്റ്റപ്പോയുടെ നിറത്തോക്കുകൾക്ക് മുന്നിൽ മരണം കാത്തു നിൽക്കെ അവർ പറഞ്ഞത് ഒരൊറ്റ വാക്കാണ്: ലിബർത്തെ, സ്വാതന്ത്ര്യം. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് അവൾ ആദരിക്കപ്പെട്ടത്. ആ ധീരയുടെ ഓർമ്മയ്ക്കായി ഫ്രാൻസ് മനോഹരമായ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. അതിന് കുറച്ചു കാലം മുമ്പാണ് ലണ്ടന്റെ ഹൃദയഭാഗത്തായി അവരുടെ ഒരു പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. കൊൽക്കത്തയിൽ നിന്നും ബ്രിട്ടനിലെത്തിയ മാധ്യമ പ്രവർത്തകയും ചരിത്രകാരിയുമായ ഷർബാനി ബസു എഴുതിയ ആഗോള ഹിറ്റായ സ്പൈ പ്രിൻസസ് എന്ന പുസ്തകം നൂർ ഇനായത് ഖാന്റെ കഥയാണ്. അതിനുശേഷവും മുമ്പുമൊക്കെ പലരും എഴുതിയിട്ടുണ്ട് ആ ജീവിതം. അനേകം സിനിമകൾ, അനേകം TV സീരീസുകൾ, പുസ്തകങ്ങൾ, ഓരോ വഴിത്തിരിവിലും തീ പിടിപ്പിക്കുന്ന ആ ജീവിതം എന്നിട്ട് നമ്മൾ ഇന്ത്യക്കാരധികം അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. She was shot through the head by an SS officer, and she went down defiant till the end. She went down screaming "Liberté." നൂറിനീസ എന്ന നൂർ ഇനായത് ഖാൻ 1914 ജനുവരി 1 ജനിച്ചത്. 1944 സെപ്റ്റംബർ 13 മരിച്ചു. ഇതിനിടയിൽ ആകെ വെറും 30 വർഷങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 30 വർഷത്തിനിടെ അവർ എഴുത്തുകാരിയായി, അധ്യാപികയായി, സംഗീതം പഠിപ്പിച്ചു, വ്യോമസേനയിൽ പ്രവർത്തിച്ചു, പോർമുഖത്ത് വയർലെസ് ഓപ്പറേറ്ററായി, ചാരവനിതയായി. 2ാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ അഴിഞ്ഞാടിയിരുന്ന ഫ്രാൻസിൽ ബ്രിട്ടീഷ് ചാരവനിതയായി നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്നതിനിടയിലായിരുന്നു കൊടും പീഡനങ്ങൾക്ക് ഒടുവിലുള്ള ആ മരണം. വിൻസ്റ്റൺ ചർച്ചിലിന്റെ അട്ടിമറി സേനയായ സ്പെഷ്യൽ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവിൽ SOE ഏജന്റ് ആയിരുന്നു നൂറ്. അപ്പൊ നാസി ജർമ്മനിയുടെ അധീനതയിലൊക്കെയുള്ള രാജ്യങ്ങളിൽ ചാരപ്രവർത്തനം നടത്തുക, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, അട്ടിമറി നടത്തുക, രഹസ്യ നിരീക്ഷണം നടത്തുക എന്നിവയൊക്കെയായിരുന്നു SOEയുടെ ലക്ഷ്യങ്ങൾ. നമുക്ക് ആ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. 1914 ജനുവരി 1 റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലാണ് നൂർ ജനിച്ചത്. ടിപ്പു സുൽത്താന്റെ കൊച്ചുമകൻ ഹസ്രത്ത് ഇനായത് ഖാന്റെ 4 മക്കളിൽ ഏറ്റവും മൂത്തയാൾ. എഴുത്തുകാരനും സൂഫി ഗുരുവുമായ വിലായത്ത് ഇനായത് ഖാൻ, സംഗീതജ്ഞനും സൂഫി ഗുരുവുമായ ഹിദായത്ത് ഇനായത് ഖാൻ, ഖൈറുന്നീസ ഇനായത് ഖാൻ അഥവാ ക്ലെയർ എന്നിവരാണ് അവരുടെ സഹോദരങ്ങൾ. ലോകമറിയുന്ന സൂഫി പണ്ഡിതനായിരുന്നു പിതാവായ ഹസ്രത്ത് ഇനായത് ഖാൻ. അദ്ദേഹത്തിന്റെ മാതാവ് ഖദീജ ബീവി അക്കാലത്തെ പ്രശസ്തനായ സംഗീതജ്ഞനും കവിയുമായ ഷോലെ ഖാൻ മൗലാദക്ഷിന്റെയും ടിപ്പു സുൽത്താന്റെ പേരക്കുട്ടിയായിരുന്ന ഖാസിം ബീവിയുടെയും മകളാണ്. ദീർഘകാലം മൈസൂർ കൊട്ടാരത്തിലെ സംഗീതജ്ഞനായിരുന്ന ഷോലെ ഖാൻ മൗലാബക്ഷി അവിടെ വെച്ചാണ് ടിപ്പുവിന്റെ പേരക്കുട്ടിയെ വിവാഹം ചെയ്തത്. പിന്നീട് ബറോഡയിലേക്ക് താമസം മാറി. മൗലാബക്ഷി ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രശസ്തമായ ഒരു ധാരയുടെ കേന്ദ്രബിന്ദുവായിരുന്നു.
ബറോഡയിലാണ് ഇനായത് ഖാൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 2 ധാരകളാണുള്ളത്. സംഗീതത്തിന്റെയും ഭരണാധികാരത്തിന്റെയും വഴികളാണ്. അധികാരത്തിന്റെ വഴിയല്ല, പിതാവിനെ പോലെ സംഗീതത്തിന്റെയും ആത്മീയതയുടെയും അറിവിന്റെയും വഴിയാണ് ഇനായത് ഖാൻ തിരഞ്ഞെടുത്തത്. പാശ്ചാത്യ ലോകം പൗരസ്ത്യ ആത്മീയ ധാരകളിൽ ഏറെ താല്പര്യം കാണിച്ച കാലമായിരുന്നു അത്. അങ്ങനെയാണ് സംഗീതജ്ഞനും സൂഫി ഗുരുവും എന്ന നിലയിൽ അദ്ദേഹം യൂറോപ്പിലേക്ക് പറിച്ചു നടപ്പെടുന്നത്. സൂഫി ആത്മീയ ധാരയിൽ സ്വന്തമായി വഴി തുറന്ന അദ്ദേഹത്തിന് ലോകമെങ്ങും ശിഷ്യഗണങ്ങളുണ്ടായി. പിൽക്കാലത്ത് ഇനായത്തി ഓർഡർ എന്ന പേരിൽ സൂഫി ധാരയുണ്ടായി. ലോകമെങ്ങും 100 കണക്കിന് സ്ഥാപനങ്ങൾ സ്വന്തമായുള്ള സൂഫി ധാരയാണ് ഇന്ന്. യൂറോപ്പിലെ താമസത്തിനിടയിലാണ് ഒരു അമേരിക്കക്കാരി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ന്യൂ മെക്സിക്കോയിലെ അൽബുക്കർക്ക് സ്വദേശി ഓറ റേ ബേക്കർ. പിന്നീട് അവർ അമീന ബീഗം എന്ന പേര് സ്വീകരിച്ചു. മോസ്കോയിൽ താമസിക്കുന്നതിനിടയിലാണ് ഈ ദമ്പതികൾക്ക് 100 പിറക്കുന്നത്. അന്ന് മോസ്കോയിലെ മാക്സിംസ് എന്ന നിശാ ക്ലബിൽ മ്യൂസിഷ്യനായി പ്രവർത്തിക്കുകയായിരുന്നു ഇനായത് ഖാൻ. റഷ്യൻ വിപ്ലവത്തിന്റെ അലയൊലികളുടെ കാലം. മോസ്കോ സംഘർഷഭരിതമായി. അതോടെയാണ് 4 മാസം പ്രായമുള്ള കുഞ്ഞുമായി ഇനായത്ത് കുടുംബം റഷ്യ വിട്ടുപോകുന്നത്. അവർ ബ്രിട്ടനിലേക്ക് പോയി. ലണ്ടനിൽ അവർ 6 വർഷമാണ് താമസിച്ചത്. 1920 1-ാം ലോക മഹായുദ്ധം അവസാനിച്ചു. പൗരസ്ത്യ സംഗീതത്തിന് ഏറെ ആരാധകരുണ്ടായിരുന്ന ഫ്രാൻസിലേക്ക് കുടുംബം താമസം മാറി. പാരീസിന്റെ പടിഞ്ഞാറൻ ഉപനഗരമായ സുറേൻസിൽ അവർ താമസം തുടങ്ങി. ആ താമസം 20 വർഷം. കുഞ്ഞ് നൂറ് ഫ്രഞ്ച് പഠിച്ചു, ഫ്രഞ്ചുകാരിയായി അവിടെ ജീവിതം ആരംഭിച്ചു. കുഞ്ഞു നാളിലെ നൂറ് ഒരു സാധു കുട്ടിയായിരുന്നു. അധികം ബഹളമൊന്നുമില്ല, കാട്ടിക്കൂട്ടലുകളൊക്കെ കുറവ്, ഒറ്റയ്ക്കിരിക്കാനായിരുന്നു ഇഷ്ടം. സ്വപ്നാടക എന്നാണ് വീട്ടുകാർ അവളെ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞു നാള് മുതലേ അവൾ പിയാനോ, ഹാർപ്പ്, വീണ എന്നിവയൊക്കെ പഠിച്ചു. ഒപ്പം സൂഫിസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പഠിച്ചു. എല്ലാ മതങ്ങളും ഒന്നാണെന്ന ഇനായത് ഖാന്റെ ആശയം ആ പെൺകുട്ടിയെ ഏറെ സ്വാധീനിച്ചു. പിന്നീട് അവൾ ഇസ്ലാം, ക്രിസ്തുമതം, ഹിന്ദുമതം, ബുദ്ധമതം എന്നിവയൊക്കെ പഠിച്ചു. ജാതക കഥകളും ഗ്രീക്ക് പുരാണങ്ങളും വായിച്ചു. 1927 പിതാവ് മരിച്ചു. അപ്പോഴേക്കും കൗമാര പ്രായത്തിലെത്തിയിരുന്നു നൂർ. പിന്നീട് അവള് പാരീസിൽ പോയിട്ടാണ് പാശ്ചാത്യ സംഗീതം പഠിക്കുന്നത്. സോർബോൺ സർവകലാശാലയിൽ നിന്ന് ചൈൽഡ് സൈക്കോളജി പഠിച്ചു. ബാലസാഹിത്യം പിന്നീട് ഇഷ്ടമേഖലയായി മാറി. ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും എഴുതുന്ന ബാലസാഹിത്യകാരിയായി പതുക്കെ അവൾ അറിയപ്പെടാൻ തുടങ്ങി. ജാതക കഥകളുടെ പുനരാഖ്യാനമായ അവളുടെ പുസ്തകം 20 ജാതക ടെയിൽസ് 1939 ലണ്ടനിലാണ് പ്രസിദ്ധീകരിച്ചത്. ആമസോണിൽ ഈ പുസ്തകം ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റൂ കേട്ടോ. അതേസമയം അവൾ എഴുതിയ കാട്ടിൽ ചിലപ്പോൾ കേൾക്കുന്നത് എന്താണ് എന്ന ചെറുകഥ പ്രശസ്തമായ ഒരു ഫ്രഞ്ച് മാഗസിനിൽ പ്രസിദ്ധീകരിച്ചു. 1940 ജൂണ് ലോകം 2-ാം ലോകമഹായുദ്ധത്തിന്റെ തീച്ചൂടിലേക്ക് എത്തി. ജർമ്മൻ സേന പാരീസിലേക്ക് അടുത്തു. ഇനി ഇവിടെ നിന്നാൽ പറ്റില്ലെന്നുറച്ച് നൂറും കുടുംബവും രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കി. പാരീസിൽ നിന്ന് ബോർഡോയിലേക്കുള്ള വിമാനയാത്ര അപകടകരമായിരുന്നു. അതിനാൽ അവർ ടൂർസിലേക്ക് രക്ഷപ്പെട്ടു. അവിടെ നിന്നും ബോർദോയിലേക്ക് പോയി. പിന്നീട് അവർ ഇംഗ്ലണ്ടിലേക്ക് കടൽ മാർഗം ഒരു നാടകീയ രക്ഷപ്പെടൽ നടത്തി. ഒരു ചരക്ക് കപ്പലിലായിരുന്നു ആ യാത്ര. ലണ്ടനിൽ എത്തിയപ്പോൾ പിതാവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ താമസമായി. പ്രിയപ്പെട്ട ഫ്രാൻസിനെ നാസിസം വിഴുങ്ങിയത് നൂറിനെയും സഹോദരങ്ങളെയും ഞെട്ടിപ്പിച്ചു കളഞ്ഞു, വേദനിപ്പിച്ചു. നാസികൾക്കെതിരായി ഫ്രാൻസിൽ നടക്കുന്ന പ്രതിരോധ പ്രസ്ഥാനത്തിൽ പങ്കാളികളാകണമെന്ന് അവൾ ഉറച്ചു. അങ്ങനെ നാസി ആക്രമണത്തെ ചെറുക്കാൻ അഹിംസ മതിയാവില്ലെന്ന് അവളും സഹോദരൻ വിലായത്തും തീരുമാനമെടുത്തു. സ്വേച്ഛാധിപതിയുടെ ആക്രമണം തടയാൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും തങ്ങളെന്നവർ പ്രതിജ്ഞയെടുത്തു. പിന്നീടാണ് ഇതൊക്കെ പിന്നീട് വിലായത്ത് നൂറിന്റെ ആത്മകഥ എഴുതിയ ഷർബാനി ബസുവിന് നൽകിയ അഭിമുഖത്തിൽ പിന്നീട് പറയുകയുണ്ടായി കേട്ടോ. 1940 നവംബറിൽ നൂറ് വിമൻസ് ഓക്സിലിയറിലെ എയർഫോഴ്സിൽ ചേരാൻ സ്വമേധയാ മുന്നോട്ട് ചെന്നു. അവിടെ വെച്ച് അവൾ വയർലെസ് ഓപ്പറേറ്റർ പരിശീലനം നേടി. ആ വർഷം വിൻസ്റ്റൺ ചർച്ചിലിന്റെ മുൻകൈയിൽ ബ്രിട്ടൻ പുതിയൊരു രഹസ്യാന്വേഷണ വിഭാഗം ആരംഭിക്കുകയാണ്. സ്പെഷ്യൽ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് SOE എന്ന്. മറ്റു രാജ്യങ്ങളിൽ രഹസ്യാന്വേഷണം നടത്തുന്ന ആ ഏജൻസിയിലേക്ക് സ്ത്രീകളെ നിയമിക്കാൻ വേണ്ടി 1942 മന്ത്രിസഭ അനുമതി നൽകുന്നു. മിടുക്കുകളായ സ്ത്രീകളെ തിരഞ്ഞുകൊണ്ടിരുന്ന ഏജൻസിയുടെ റഡാറിൽ നൂർ ഇനായത് ഖാൻ എന്ന സുന്ദരിയായ മിടുക്കിയായ പെൺകുട്ടി വന്നുപെടുന്നു. ഫ്രഞ്ച് ഭാഷയിലും മികവുണ്ട്. വയർലെസ് ഓപ്പറേറ്റർ എന്ന നിലയിൽ സിഗ്നൽ കൈമാറ്റത്തിൽ വലിയ പരിചയ സമ്പത്തുണ്ട്. ഇതെല്ലാം അവൾക്ക് അനുകൂലമായി. അങ്ങനെ അവര് തെരഞ്ഞെടുക്കുകയാണ്. നാസികൾ ഭരിക്കുന്ന ഫ്രാൻസ് ആയിരുന്നു പുതിയ ഓപ്പറേഷന്റെ കേന്ദ്രം. മൗറീസ് ബക്മാസ്റ്റർ ആയിരുന്നു തലവൻ. അദ്ദേഹത്തിന്റെ സെക്രട്ടറി വീറ ആറ്റ്കിൻസ് ഫ്രാൻസിലേക്ക് പോകാൻ വേണ്ടി നിരവധി വനിതാ ഏജന്റുമാരെ കണ്ടെത്തി പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. നാസികളോടുള്ള വെറുപ്പ്, ഫ്രഞ്ച് പോരാട്ടത്തോടുള്ള ഐക്യദാർഢ്യം ഉള്ളിൽ ആഴത്തിൽ കിടക്കുന്ന നൂറ റിസ്ക് ഒന്നും വകവെക്കാതെ ഈ ദൗത്യത്തിനൊക്കെ തയ്യാറായി.
സത്യത്തിൽ മരണത്തോടൊപ്പമുള്ള ഒരു നടത്തമായിരുന്നു ആ ജോലി. പോയവരാരും തിരിച്ചു വന്നില്ല. ഏറിയാൽ 6 മാസം അതിനിടയിൽ കൊല്ലപ്പെട്ടു പോയേക്കാം. പക്ഷെ ഭയം അവളെ ബാധിച്ചതേയില്ല. പിന്നീടുള്ള നാളുകൾ പരിശീലനത്തിൻ്റെതായിരുന്നു. സറേ, ബക്കിംഗ്ഹാംഷെയർ എന്നീ സ്ഥലങ്ങളിലൊക്കെ പലതരം ട്രെയിനിങ് സെക്ഷനുകളിൽ അവൾ പങ്കെടുത്തു. യുദ്ധം, കോഡ് ഭാഷകൾ, ആയുധങ്ങളുടെ ഉപയോഗം, നാശനഷ്ടം വരുത്തൽ, അങ്ങനെ പലതരത്തിലുള്ള പരിശീലനങ്ങളിൽ അവൾ വിദഗ്ധയായി പങ്കെടുത്തു. പരിശീലകരിൽ ചിലർക്ക് അവൾ ഈ പണിക്ക് കൊള്ളുമോ എന്ന് വരെ സംശയമുണ്ടായിരുന്നു. കാരണം മൃദു സ്വഭാവം, സത്യസന്ധത, സൗമ്യഭാവം, അങ്ങനെ ഒരാൾക്ക് പറ്റുന്നതല്ല ഈ പണി എന്നവർ റിപ്പോർട്ട് നൽകി. ഗെസ്റ്റപ്പോ പിടിയിലാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന മോക്ക് പരിശീലനത്തിനിടെ അവൾക്ക് നൽകിയ ഒരു റിപ്പോർട്ട് അവൾക്ക് എതിരായിരുന്നു. ചോദ്യം ചെയ്യലിനിടെ അവൾ ആകെ ഭയന്ന് വിറച്ചതായിട്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ ഇവരെല്ലാം അവളുടെ ധൈര്യം, ബുദ്ധിശക്തി, ഫ്രഞ്ച് ഭാഷാ പാഠവം, വയർലെസ് ഓപ്പറേഷൻ മിടുക്ക്, വേഗത, ആവേശം, കഠിനാധ്വാനത്തിനുള്ള താല്പര്യം എന്നിവയൊക്കെ ഊന്നി പറഞ്ഞിരുന്നു. ഫ്രഞ്ച് വിഭാഗം തലവനായ ബക്ക് മാസ്റ്റർ അവൾക്കെതിരായ റിപ്പോർട്ടുകളെല്ലാം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഫ്രാൻസിലേക്കുള്ള പട്ടികയിൽ അവൾ ഇടം നേടി. വനിതാ വയർലെസ് ഓപ്പറേറ്റർ എന്ന നിലയിൽ ഫ്രാൻസിലേക്ക് പോകാൻ അവളെ നിയോഗിക്കപ്പെട്ടു. ഫ്രാൻസിലേക്ക് പുറപ്പെട്ട ആദ്യ വനിതാ വയർലെസ് ഓപ്പറേറ്ററായി നൂറ് മാറി. 1943 ജൂൺ 16 രാത്രി നൂറ് ഫ്രാൻസിലേക്ക് പോകുന്ന ഒരു ചെറിയ ലാൻഡിംഗ് വിമാനത്തിൽ കയറി. അതിരാവിലെ വിമാനം ലോയർ വാലിയിലെത്തി. വയർലെസ് സെറ്റ് ഒളിപ്പിച്ച ഒരു സ്യൂട്ട് കേസും മാഡലിൻ എന്ന പേരുള്ള ഒരു നഴ്സിന്റെ ഐഡന്റിറ്റി കാർഡും അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവിടെ വെച്ച് അവൾ ബ്രിട്ടീഷ് ചാരനായ ഹെൻറി ഡെറിക്യൂനിനെ കണ്ടുമുട്ടി. അദ്ദേഹം ഒരു സൈക്കിൾ കൊടുത്തു. ആ സൈക്കിളിൽ നൂറ് ആൻജേഴ്സിയിലെത്തി. അവിടെ നിന്ന് ട്രെയിനിൽ പാരീസിലേക്ക് പുറപ്പെട്ടു. പാരീസിലെത്തിയതോടെ നൂറ് ബ്രിട്ടീഷ് ചാരവലയവും ഫ്രഞ്ച് പ്രതിരോധ സേനയും തമ്മിൽ ചേരുന്ന പ്രധാന കണ്ണികളിലൊന്നായ പ്രോസ്പർ നെറ്റ്വർക്കിന്റെ ഭാഗമായി. നൂറ് എത്തിയത് വളരെ മോശം സമയത്തായിരുന്നു. 10 ദിവസത്തിനകം ജർമ്മൻ സേന പ്രോസ്പർ നെറ്റ്വർക്ക് തകർത്തു കളഞ്ഞു. നെറ്റ്വർക്കിന്റെ 3 മേധാവികളെ നാസികൾ അറസ്റ്റ് ചെയ്തു. ക്രൂര പീഡനങ്ങൾക്കൊടുവിൽ അവർ ലഭിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് ജർമ്മൻ സൈന്യം 100 കണക്കിന് ബ്രിട്ടീഷ് ചാരന്മാരെയും ഫ്രഞ്ച് പ്രതിരോധ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു. അതോടെ നെറ്റ്വർക്ക് തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. ഫ്രാൻസിൽ കാലുകുത്തിയ സമയത്ത് അത്യാവശ്യ യാത്രകൾക്കായി സഹായങ്ങൾ നൽകിയ ഹെൻറി ഡെറിക്യൂർ എന്ന ബ്രിട്ടീഷ് ഏജന്റ് ഇരട്ടച്ചാരനായിരുന്നുവെന്നും ജർമ്മൻ സൈന്യത്തിന് നെറ്റ്വർക്കിന്റെ വിവരങ്ങൾ നൽകിയത് അയാളാണെന്നുമുള്ള വിവരം പിന്നീട് പുറത്തു വരികയുണ്ടായി. ഈ നെറ്റ്വർക്ക് തകർന്നതോടെ അവിടെ അവശേഷിച്ച ഏക വയർലെസ് ഓപ്പറേറ്റർ ആയിട്ട് നൂറ് മാറി. അപ്പോൾ പ്രോസ്പർ നെറ്റ്വർക്കിന്റെ ഈ തകർന്ന വിവരം അവള് ഹെഡ് ഓഫീസിൽ അറിയിച്ചു. അപ്പൊ ഇനി പാരീസിൽ നിൽക്കണ്ട, ഭയങ്കര അപകടമാണ്, ഉടനെ ബ്രിട്ടനിലേക്ക് മടങ്ങണമെന്ന് അവിടെ നിന്ന് അവളോട് നിർദ്ദേശിച്ചു. എന്നാൽ ഫ്രാൻസിനും ബ്രിട്ടനും ഇടയിലുള്ള ഏക രഹസ്യ കണ്ണി എന്ന നിലയിൽ അവിടെ തുടരാനായിരുന്നു നൂറിന്റെ ധീരമായ തീരുമാനം. ഫ്രാൻസിനെ മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ നിന്ന് പുറകോട്ട് പോകരുതെന്ന വ്യക്തിപരമായ താല്പര്യം തന്നെയായിരുന്നു അതിന് വഴിവെച്ചത്. പ്രോസ്പർ ശൃംഖല തകർന്നു പോയപ്പോൾ നൂറ് പാരീസിലെ ഒരു സുരക്ഷിത കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് രക്ഷപ്പെടാൻ പറ്റി. ഗെസ്റ്റപ്പോയെ മറികടന്ന് പ്രതികൂല സാഹചര്യങ്ങളിൽ അപാരമായ വേഗതയിലും കൃത്യതയിലും ഒക്കെ അവൾ സന്ദേശങ്ങൾ കൈമാറി. 6 റേഡിയോ ഓപ്പറേറ്റർമാരുടെ ജോലി അവൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവളുടെ ട്രാൻസ്മിഷനുകൾ കുറ്റമറ്റതായിരുന്നു. എല്ലാ സുരക്ഷാ പരിശോധനകളും കേടുകൂടാതെ ഇരുന്നു എന്നാണ് ലണ്ടനിലെ കോസ്റ്റ് മാസ്റ്റർ ലിയോ മാർക്സ് പിന്നീട് അഭിപ്രായപ്പെട്ടത്. ഇതിനിടെ നൂറിനെ കുറിച്ച് നാസികൾക്ക് വിവരം കിട്ടി. അവളെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു. ഓരോ തവണയും വെള്ളത്തിലെ മീനിനെ പോലെ അവൾ വഴുതിമാറി. ഗെസ്റ്റപ്പോ തിരയുന്ന വിവരം ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിലും നിർഭയം അവൾ ജോലി തുടർന്നു. ഫ്രഞ്ച് ഭാഷ നന്നായി അറിയുന്നതിനാലും ഫ്രഞ്ച് ജീവിതം അടുത്തറിയുന്നതിനാലും അത് അവൾക്ക് വളരെ എളുപ്പമായിരുന്നു. ഈ കാലയളവിൽ അവര് എവിടെ താമസിച്ചു, എവിടെ പ്രവർത്തിച്ചു എന്നതിനെ കുറിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു വിവരങ്ങളും ലഭ്യമല്ല. പഴയ ബന്ധുക്കളെയും ബാല്യകാല സുഹൃത്തുക്കളെയും ഒക്കെ ആശ്രയിച്ചാണ് അവൾ പ്രവർത്തിച്ചിരുന്നതെന്നാണ് അറിവ്. എന്തായാലും 4 മാസത്തോളം അവൾ നാസി പടയെ കബളിപ്പിച്ചുകൊണ്ട് അവളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. 1943 ശരത്കാലം എത്തി. ഈ ഓട്ടം അധിക കാലത്തേക്ക് ഇല്ലെന്ന് നൂറ് തിരിച്ചറിഞ്ഞു. ജർമ്മൻ സേന അടുത്തടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നു. ഒക്ടോബർ 13 അവളെ ഹിറ്റ്ലറിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഗെസ്റ്റപ്പോ അറസ്റ്റ് ചെയ്തു. അതൊരു ഒറ്റുകൊടുക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു കേട്ടോ അറസ്റ്റ്. ഫ്രാൻസിൽ നൂറിനെ ഏറെ സഹായിച്ച ഒരു ഏജന്റ് ആയിരുന്നു എമിൽ ഹെൻറി ഗാരി. പാരീസിലെ അവളുടെ ആദ്യത്തെ കോണ്ടാക്റ്റുമായിരുന്നു. ആ എമിലിന്റെ സഹോദരി റെനി ഗാരിയാണ് നൂറിനെ കുറിച്ചുള്ള വിവരം ഗെസ്റ്റപ്പോയ്ക്ക് നൽകിയത്. ബ്രിട്ടീഷ് ചാരനായ ഫ്രാൻസ് ആൻഡലുമായി റെനി ഗാരിക്ക് പ്രണയമായിരുന്നു. അയാൾക്ക് നൂറിനെ ഇഷ്ടമായിരുന്നു എന്നൊരു തോന്നലിൽ പകമൂത്താണ് റെനി ഗാരി ഒറ്റുകൊടുത്തതെന്നാണ്
പറയപ്പെടുന്നത്. 1,00,000 ഫ്രാങ്ക് കൈപ്പറ്റിയാണ് റെനേഗാരി നൂറിനെ ഒറ്റുകൊടുത്തതെന്ന് മറ്റൊരു വിവരവും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അറസ്റ്റിന് ശേഷം നൂർ ഇനായത് ഖാനെ പാരീസിലെ ഗസ്റ്റപ്പോ ആസ്ഥാനമായ 84 അവന്യൂ ഫോർട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അന്ന് തന്നെ അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒരു കുളിമുറിയുടെ ജനാലയിലൂടെ സാഹസികമായി അവൾ പുറത്തേക്ക് ചാടി. മേൽക്കൂരകൾക്കിടയിലൂടെ ചാടി ഇറങ്ങി ഓടി ഒക്കെ എങ്ങനെയൊക്കെയോ താഴേക്ക് വന്നു. പക്ഷേ അവിടെ ഗാർഡുകൾ അവളെ കാത്ത് സിനിമയിലൊക്കെ എന്ന പോലെ നിൽപ്പുണ്ടായിരുന്നു. അവരവളെ പിടികൂടി ചോദ്യം ചെയ്യാൻ വേണ്ടി വീണ്ടും മുകളിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഗസ്റ്റപ്പോ ചോദ്യം ചെയ്യൽ തുടങ്ങി. എന്നാൽ എത്ര പീഡിപ്പിച്ചിട്ടും നൂറിൽ നിന്ന് ഒരു വിവരവും അവർക്ക് ലഭിച്ചില്ല. പക്ഷെ അവളുടെ കയ്യിലുള്ള നോട്ട് ബുക്കുകൾ നാസികൾക്ക് ഉപകാരപ്പെട്ടു. അവൾ ചെയ്തൊരു വലിയ ഭീമാബദ്ധമായിരുന്നു അത്. താൻ അയച്ച എല്ലാ സന്ദേശങ്ങളും കോഡ് ഭാഷയിൽ എഴുതി അവൾ ഒരു നോട്ട് ബുക്കിൽ സൂക്ഷിച്ചു വെച്ചു. ആ നോട്ട് ബുക്കുകൾ എപ്പോഴും ബാഗിൽ കൊണ്ടു നടന്നു. അത് പാടില്ലെന്ന് ഒരു സുഹൃത്ത് അപേക്ഷിച്ചുവെങ്കിലും അവൾ ആ പുസ്തകമൊന്നും ഒഴിവാക്കിയില്ല. അതിന് കാരണം ഒരു തെറ്റിദ്ധാരണയായിരുന്നു. അവളുടെ എല്ലാ കാര്യങ്ങളും ഫയൽ ചെയ്യണമെന്ന് വരുമ്പോൾ ഒരു നിർദ്ദേശം അവൾക്ക് ലഭിച്ചിരുന്നു. വിവരങ്ങളെല്ലാം എഴുതി സൂക്ഷിക്കണമെന്ന നിലയിലാണ് അവളത് മനസ്സിലാക്കിയത്. അത് അവൾക്ക് തന്നെ വിനയായി. അറസ്റ്റ് ചെയ്തപ്പോൾ സന്ദേശങ്ങൾ അടങ്ങിയ നോട്ട് ബുക്കുകളുടെ ശേഖരവും ഗസ്റ്റപ്പോ പിടിച്ചെടുത്തു. പൂർണ്ണമായി തെളിവായി മാറിയില്ലേ? കോഡുകളുള്ള ആ നോട്ട് ബുക്കുകൾ ഉപയോഗിച്ചായിരുന്നു അവളുടെ ചോദ്യം ചെയ്യലുകൾ. എല്ലാ കാര്യങ്ങളും അവൾ നിഷേധിച്ചു, തെറ്റായ വിവരങ്ങൾ നൽകി. പക്ഷെ ആ നോട്ട് ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗസ്റ്റപ്പോയ്ക്ക് റേഡിയോയിലൂടെ നൂറാണെന്ന വ്യാജേന ബ്രിട്ടീഷ് ചാരസംഘടനയുമായി ആശയവിനിമയം നടത്താൻ വരെ കഴിഞ്ഞു. ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ നൽകി 167 ഏജന്റുമാരെ, ബ്രിട്ടീഷ് ഏജന്റുമാരെ പാരീസിലേക്ക് എത്തിച്ചു. അവരിൽ ഭൂരിഭാഗത്തെയും നാസികൾ അറസ്റ്റ് ചെയ്ത് വധിച്ചു കളഞ്ഞു. അതിനിടെ അതിക്രൂരമായ പീഡനങ്ങൾക്കിടയിൽ നൂർ മറ്റൊരു ഗംഭീര രക്ഷപ്പെടൽ ശ്രമം നടത്തി. 1943 നവംബർ 25 അത്. നാസി പാളയത്തിൽ നിന്നും മറ്റു 2 ബ്രിട്ടീഷ് ഏജന്റുമാർക്കൊപ്പം അവൾ പുറത്തു കടന്നു. കുളിമുറിയിലെ ജനാല കമ്പികൾ അടർത്തിയെടുത്തുകൊണ്ടാണ് മൂവരും പുറത്തേക്ക് ചാടിയത്. രക്ഷപ്പെടാനുള്ള ഒരു വഴി അവർക്ക് മുന്നിൽ തുറന്നു വന്നു. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ സമയത്ത് ഒരു വ്യോമാക്രമണ അലാറം ഉണ്ടാവുകയും സൈനികർ ചെന്ന് തടവുകാരുടെ എണ്ണം എടുക്കുകയും ചെയ്തു. അപ്പോൾ 3 പേരുടെ എണ്ണം കുറവായിട്ട് അവർ കണ്ടെത്തി. ആ സമയം തന്നെ അവർ പെട്ടെന്ന് തെരച്ചിൽ നടത്തി. 3 പേരും പിടിക്കപ്പെട്ടു. രണ്ടാമത്തെ രക്ഷപ്പെടൽ ശ്രമത്തിന് ശേഷം തടവ് ശിക്ഷ കൂടുതൽ ഭീകരവും കഠിനവുമായി മാറി. അവരവളുടെ ചികിത്സ നിർത്തി. കൈക്കുഴകളിൽ ഇട്ടു. 3 ചങ്ങലകളിൽ ബന്ധിച്ച് അപകടകാരിയായ തടവുകാരിയായി ലേബൽ ചെയ്തു. 2 ദിവസങ്ങൾക്ക് ശേഷം അവരെ സുരക്ഷാ തടങ്കൽ എന്ന പേരിൽ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയി. ജർമ്മനിയിലെ ഫോർഷെയിം ജയിലിൽ കൈകാലുകൾ ബന്ധിച്ച് നൂറിനെ ഏകാന്ത തടവിനിട്ടു. അവിടെയായിരുന്നു നൂറിന്റെ അവസാനത്തെ 10 മാസങ്ങൾ. കൊടും പീഡനങ്ങളുടെ കാലമായിരുന്നു അത്. അങ്ങേയറ്റം അപകടകാരികളായ തടവുകാർക്കുള്ള ബ്ലോക്കിലാണ് അവളെ താമസിപ്പിച്ചത്. 3 ചങ്ങലകളിട്ട് അവളെ അവിടെ താമസിപ്പിച്ചു. വായിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാനാകാത്ത വിധം ഒരു തുണിസഞ്ചി അവളുടെ മുഖത്ത് അമർത്തി കെട്ടിവെച്ചു. കൊടും പീഡനങ്ങൾക്കിടയിൽ അവൾ വാവിട്ട് നിലവിളിക്കുന്നത് കേട്ടതായി പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ട പല തടവുകാരൊക്കെ പിന്നീട് പറയുകയുണ്ടായി. എങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള പാത്രത്തിന്റെ അടിഭാഗത്ത് തൻ്റെ വിവരങ്ങൾ ചുരണ്ടി എഴുതി അവള് മറ്റൊരു തടവുകാരിക്ക് അയച്ചതായിട്ട് പിന്നീട് ഈ പാത്രം പുറത്തു വന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഠിനമായ പീഡനങ്ങൾക്കിടയിലും അവൾ ധീരയായി പിടിച്ചു നിൽക്കുക തന്നെയാണ് ചെയ്തത്. തന്നെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ ദൗത്യത്തെക്കുറിച്ച്, തന്നെ ഇക്കാര്യം ഏൽപ്പിച്ചവരെ കുറിച്ചുള്ള ഒരു വിവരവും അവളുടെ വായ കൊണ്ട് പുറത്തു പറഞ്ഞില്ല. അന്ന് നാസി രഹസ്യ അന്വേഷണ മേധാവിയായിരുന്ന ഹാൻസ് കിഫർ നൽകിയ റിപ്പോർട്ടിൽ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. ഗസ്റ്റപ്പോയുടെ ചോദ്യങ്ങൾക്കെല്ലാം അവർ തെറ്റായ മറുപടികളാണ് നൽകിക്കൊണ്ടിരുന്നതെന്ന് ആ റിപ്പോർട്ടിൽ കാണാൻ പറ്റും. പിന്നീട് സ്പൈ പ്രിൻസസ് എന്ന നൂറിന്റെ ജീവിതം എഴുതിയ ഷർബാനി ബാബു നാസി തടവറയിലെ രേഖകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം പുസ്തകത്തിലും ലേഖനങ്ങളായും ഒക്കെ എഴുതിയിട്ടുമുണ്ട്. She was beaten, she was kicked brutally. We have this from the other prisoners and eyewitness reports. And finally, when she was a bloody mess on the floor. ഫോർഷെയിം ജയിലിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ അവളെയും 3 തടവുകാരികളെയും ഡാക്കൌവിലെ ജയിലിലേക്ക് മാറ്റി. തടവുകാരുടെ ഗതാഗത ചുമതലയുള്ള ഗസ്റ്റപ്പോ ഉദ്യോഗസ്ഥൻ മാർക്സ് മാസ്മറാണ് തടവുകാരികളെ ഡാക്കൌവിലേക്ക് കൊണ്ടുപോയത്. അത് അവരുടെ ഒരു കൊലക്കളമായിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഗസ്റ്റപ്പോ ഉദ്യോഗസ്ഥനായ ക്രിസ്ത്യൻ ഔട്ടാണ് നൂറിനുടെയും കൂട്ടുകാരികളുടെയും അവസാന നിമിഷങ്ങളെക്കുറിച്ച് പിന്നീട് US അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയത്. അത് അതിഭീകരമായൊരു വെളിപ്പെടുത്തലായിരുന്നു. 4 തടവുകാരെയും രാത്രിയിൽ ബാരക്കുകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഒരു കമാൻഡറും 2
SS ഗാർഡുകളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. നൂർ എത്തിയപ്പോൾ തന്നെ ജയിൽ ഗാർഡുകൾ അവളെ ക്രൂരമായിട്ട് ആക്രമിച്ചു. അതിനുശേഷം ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഇംഗ്ലീഷ് സ്ത്രീ ശിക്ഷാവിവരം ഈ തടവുകാരെ അറിയിച്ചു. 4 തടവുകാരികളും വിങ്ങിപ്പൊട്ടി. ഈ ശിക്ഷയ്ക്കെതിരെ അപ്പീൽ പോകാനാകുമോ എന്ന് നൂർ ചോദിച്ചു. പറ്റില്ല എന്ന് കമാൻഡന്റ് പറഞ്ഞു. ഒരു പുരോഹിതനെ കാണാനാകുമോ എന്നതായിരുന്നു അവരുടെ രണ്ടാമത്തെ ആവശ്യം. ക്യാമ്പിൽ പുരോഹിതനില്ലെന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആവശ്യവും നിരസിക്കപ്പെട്ടു. തടവുകാരെ വെടിവെച്ച് കൊല്ലുന്ന ശ്മശാനത്തിന് പിന്നിലുള്ള ഒരു കുന്നിലേക്ക് അവരെ 4 പേരെയും കൊണ്ടുപോയി. 4 തടവുകാരികളോടും മുട്ടുകുത്തി നിൽക്കാൻ നിർദ്ദേശിച്ചു. 2 നാസി സൈനികർ അവരുടെ കഴുത്തിനു പുറകിൽ നിറതോക്കുകളുമായി നിന്നു. ഒന്നിനു പിന്നാലെ ഒന്നായി നിറയൊഴിച്ചു. ഓരോ തവണയും തടവുകാരികൾ പരസ്പരം കൈകൾ കോർത്ത് പിടിച്ചു. 3 സ്ത്രീകളും തൽക്ഷണം മരിച്ചു. 4ാമത്തെ തടവുകാരിയെ കൊല്ലാൻ വീണ്ടും വെടിവെക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. വെടിവെക്കും മുമ്പേ നൂറിനെ നാസി ഓഫീസർ വിൽഹെം റൂപ്പട്ട് അതിക്രൂരമായി മർദ്ദിച്ചതായി 1958 ഒരു ഡച്ച് തടവുകാരൻ റിപ്പോർട്ട് ചെയ്തു. ലിബർത്തെ അഥവാ സ്വാതന്ത്ര്യം എന്ന ഫ്രഞ്ച് വാക്ക് ഉരുവിട്ടുകൊണ്ടാണ് നൂർ വെടിയുണ്ടയെ ഏറ്റുവാങ്ങിയതെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. She was shot through the head by an SS officer and she went down defiant till the end. She went down screaming "Liberte." അങ്ങേയറ്റം നിഗൂഢമായിരുന്നു അവളുടെ സ്വകാര്യ ജീവിതം, വ്യക്തി ജീവിതം. കാര്യമായ ഒരു വിവരവും ലഭ്യമല്ല. ഈ സമയത്ത് ജൂതവംശജനായ ഒരു പിയാനിസ്റ്റുമായി അവർ വിവാഹ നിശ്ചയം നടത്തിയതായി ഒരു കഥ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു ബ്രിട്ടീഷ് സഹപ്രവർത്തകനുമായി വിവാഹ നിശ്ചയം നടത്തിയതായി കഥകളുണ്ട്. എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ട വാർത്തകളൊന്നുമില്ല. 1952 നൂറിൻ്റെ മരണശേഷം സുഹൃത്തായ ജീൻ ഓവർട്ടൺ ഫുള്ളർ മാഡലീൻ നൂറിൻ്റെ പ്രതിരോധം എന്ന പേരിൽ നൂറിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയതോടെയാണ് 30 വയസ്സിനുള്ളിൽ അണഞ്ഞുപോയ ആ ജീവിതം ആദ്യമായിട്ട് ചർച്ചയാകുന്നത്. പിന്നീട് ഫ്രഞ്ച് എഴുത്തുകാരനായ ലോറൻ ജോഫ്രിൻ ഓൾ ദാറ്റ് ഐ ഹാവ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. ഷൗണ സിംഗ് ബാൾഡിൻ്റെ ദി ടൈഗർ ക്ലോ എന്ന പുസ്തകം നൂറിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നീട് ഫ്രാൻസിൽ ബ്രിട്ടൻ നടത്തിയ രഹസ്യ ദൗത്യത്തെക്കുറിച്ചുള്ള അനേകം ഡോക്യുമെന്റുകൾ ഡീക്ലാസിഫൈ ചെയ്തപ്പോൾ അതൊക്കെ ആളുകൾക്ക് വായിക്കാൻ പറ്റുന്നതായി കിട്ടി. അതിൽ നൂറിൻ്റെ പല വിവരങ്ങളും ആ ഡീക്ലാസിഫൈ ചെയ്തതിലൂടെ പുറത്തു വന്നു. സാറ ഹെൽമിൻ്റെ എ ലൈഫ് ഇൻ സീക്രറ്റ്സ് എന്ന ദൗത്യത്തിനിറങ്ങി പുറപ്പെട്ട സ്ത്രീകളുടെ കഥകളാണ്. ഫ്രഞ്ച് ഓപ്പറേഷൻ നേതൃത്വം നൽകിയവരിൽ ഒരാളായ വെര അറ്റ്കിൻസിന്റെ ജീവചരിത്രത്തിലും നൂറിനെ കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട്. പിന്നീട് കൊൽക്കത്തയിൽ നിന്ന് മാധ്യമ പ്രവർത്തകയായി ലണ്ടനിലെത്തുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്ത ബംഗാളി ജേർണലിസ്റ്റ് ഷർബാനി ബസുവാണ് നൂറിന്റെ ജീവിതം അതിന്റെ മുഴുവൻ നാടകീയതകളുടെയും പകർത്തി എഴുതി നമുക്ക് മുന്നിലെത്തിച്ചത്. ഷർബാനി ബസു എഴുതിയ സ്പൈ പ്രിൻസസ് നൂറിനെ ഒരു ഇതിഹാസ താരമാക്കി. പുസ്തകം എഴുത്തിൽ നിർത്തിയില്ല ഷർബാനി. നൂറിന് അർഹിക്കുന്ന ആദരം ബ്രിട്ടൻ നൽകണമെന്നാവശ്യപ്പെട്ട് വമ്പൻ ക്യാമ്പയിന് രൂപം നൽകി. ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് നൂറിൻ്റെ പൂർണ്ണകായ പ്രതിമ ലണ്ടനിൽ സ്ഥാപിക്കപ്പെട്ടത്. നൂറിൻ്റെ ഓർമ്മയ്ക്കായി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഷർബാനിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ലണ്ടനിൽ നടന്നു വരുന്നത്. ഇങ്ങനെ അറിയപ്പെടാത്ത എത്ര ധീരചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ടല്ലേ. ഇതൊക്കെ കേൾക്കാൻ നിങ്ങളും ഉള്ളിടത്തോളം കാലം ഇതുപോലെ ചിലതൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. ടിപ്പു സുൽത്താൻ്റെ പിന്മുറക്കാരി എന്തായാലും മോശപ്പെട്ട ആളാവാൻ വഴിയില്ല അല്ലേ. അവർക്ക് ധീരയായേ പറ്റൂ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയേ പറ്റൂ.